പരിക്കുമാറ്റി അംഗവൈകല്യം സംഭവിച്ച സ്ത്രീയെ ഭർത്താവും 3 പെൺമക്കളും ഉപേക്ഷിച്ചതായി പരാതി. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം സ്വദേശിയായ ഷീജയാണ് ഭർത്താവും മക്കളും തിരിഞ്ഞു നോക്കാത്തത്. രോഗം വന്ന് എല്ലും തോലുമായ അവസ്ഥയിലുള്ള ഷീജയെ സംരക്ഷിക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് അച്ഛനും അമ്മയും. ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഒമാനിലായിരുന്ന ഒറ്റശേഖരമംഗലം കുഴിവിള സ്വദേശി ഷീജ ഈ അവസ്ഥയിലാകുന്നത് 2017-ലാണ്. വീണ് പരിക്കേറ്റെന്ന് മാത്രമാണ് നാട്ടിലുള്ള ബന്ധുക്കളെ ഭർത്താവ് സൈമൺ അറിയിച്ചത്. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കോശങ്ങൾ നശിച്ചത് സംസാരശേഷി നഷ്ടപ്പെടാനും അംഗവൈകല്യം വരാനും കാരണമായി. 90% അംഗവൈകല്യം. പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ മകളെ അച്ഛൻ സഹായിക്കണം. അംഗവൈകല്യം വന്ന് ബാധ്യതയായി മാറിയതോടെ ഭർത്താവ് സൈമണും 3 പെൺമക്കളും ഷീജയെ ഉപേക്ഷിച്ചെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. പ്രായവും സാമ്പത്തികവും മകളെ സംരക്ഷിക്കുന്നതിന് മാതാപിതാക്കൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഈ 7 വർഷം കൊണ്ട് തന്നെ എനിക്കൊരു 8 ലക്ഷം രൂപ ഇപ്പോൾ കടമാണ്. എനിക്ക് അവിടെ 5 സെൻറ്റ് സ്ഥലം വീടും മാത്രമേ എനിക്കുള്ളൂ. ഞാൻ സ്ഥലം ടാപ്പിങ്ങിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ടാപ്പിങ്ങുമായിട്ടുള്ള കാര്യത്തിലുള്ള സാമ്പത്തികം എനിക്കുള്ളൂ. അപ്പോൾ ഈ എവള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കടം വലിച്ചാണ്, കടം ആയിട്ടാണ് ഇതൊക്കെ വാങ്ങി പറക്കി അവിടെ നിന്ന് ഇതൊക്കെ മറിച്ച് പറക്കിയൊക്കെ എവള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എവള അന്വേഷിക്കണം, ഈ മക്കളെങ്കിലും വന്ന് നിന്ന്. അപ്പോൾ ഈ സൈമൺ വിവാഹം ചെയ്തങ്ങ് പോകണമെങ്കിൽ അത് പോട്ട് പിന്നെ ഈ മക്കളെങ്കിലും വന്ന് നിന്ന് അന്വേഷിക്കണം. ഷീജയുടെ അവസ്ഥയിൽ മാറ്റം വരണമെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുക മാത്രമാണ് പ്രതിവിധി എന്നതാണ് ഡോക്ടർമാരുടെ വിധിയെഴുത്ത്. ഭർത്താവിന്റെയും മക്കളുടെയും നിലപാടുകളും പെരുമാറ്റവും ഷീജയുടെ രോഗം മൂർച്ഛിക്കാൻ കാരണമായെന്നും ആരോപണമുണ്ട്. ജനപ്രതിനിധികളടക്കം ഇടപെട്ടിട്ടും ഷീജയെ ഏറ്റെടുക്കാനോ സംരക്ഷിക്കാനോ ഭർത്താവ് തയ്യാറാകുന്നില്ല. അത് എനിക്ക് എൻ്റെ ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും കാര്യം എനിക്ക് അധ്വാനിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ രീതിയിലും മാറി മാറി സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം പുള്ളിക്ക് അന്വേഷിക്കാൻ വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഷീജയെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. അതോടൊപ്പം ഈ അച്ഛനോടൊപ്പം 3 പെൺമക്കളും കൂടെ ഉണ്ടായിരുന്നു. ഈ പെൺമക്കളോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നാളെ നമ്മുടെ അവസ്ഥയും ഇതേ ദയനീയാവസ്ഥയായിരിക്കും. മക്കൾ ഈ അമ്മയെ സംരക്ഷിക്കണം, പൊന്നുപോലെ നോക്കണം, നിങ്ങളെ പ്രസവിച്ച അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ അത് അച്ഛൻ പറയുന്നതിനപ്പുറം ഞങ്ങൾക്കൊരു തീരുമാനമില്ല എന്നാണ് ഈ മക്കൾ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകി പരിഹാര നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ഷീജയുടെ കുടുംബം. ജനം, തിരുവനന്തപുരം.